ടിൻ പിൻ സ്റ്റോറീസിന്റെ കെനിയ എക്സ്പെഡീഷൻ സീരീസിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനും നമ്മുടെ ട്രാവൽ പാർട്ട്ണറായിട്ടുള്ള വൈൽഡ് എസ്കേപ്പിലെ ശരത്തങ്ങളും കൂടിയിട്ട് ഇന്ന് മൊംബാസയിൽ നിന്ന് നൈറോബിക്ക് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. തിരിച്ചു പോവാണ്. ഇന്ന് ഞങ്ങൾ രണ്ടുപേരെ കൂടാതെ ഒരാളും കൂടി ഉണ്ട് കേട്ടോ. വണ്ടി ഓടിക്കാൻ നമ്മളൊരു ഡ്രൈവർ ചേട്ടനെ കൂടി വിളിച്ചിട്ടുണ്ട്. കഴിഞ്ഞ എപ്പിസോഡിന് അവസാനം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ശരത്തങ്ങൾ ഇന്ന് ഭയങ്കരമായിട്ട് ടയർഡായിട്ടായിരുന്നു, കുറേ ദിവസം അടുപ്പിച്ച് ട്രാവൽ ചെയ്തുകൊണ്ട് അപ്പോൾ ആൾക്ക് അത്രയും ദൂരം ഓടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരാളെ നമ്മൾ അവിടുന്ന് വിളിച്ചു കേട്ടോ. ഡ്രൈവർ ഒരാളെ വിളിച്ചു. അപ്പോൾ ആളും കൂടിയിട്ട് നമ്മൾ മൂന്നുപേരും കൂടി ഇങ്ങനെ മൊംബാസയിൽ നിന്ന് നൈറോബിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോണ വയ്ക്കുന്ന പെട്രോൾ അടിക്കാൻ നിർത്തിയതാണ്. ഇന്ന് നമ്മുടെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോകുന്ന റൂട്ട് അത് നമ്മൾ കുറേ ഭാഗം കവർ ചെയ്താണ്, കുറേ ഭാഗം കവർ ചെയ്യാത്തുണ്ട്. അപ്പോൾ അവിടെ ഒരു മക്കിൻഡോ ഗുരുദ്വാരയുണ്ട്, അത് നമുക്ക് വരുന്ന വഴിക്ക് കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ ചിലപ്പോൾ സമയം ഉണ്ടെങ്കിൽ ഒരു മാഗ്നറ്റിക് ഹില്ലുണ്ട് കേട്ടോ. അതായത് വണ്ടി ഒരു പോയിന്റിൽ നിർത്തി കഴിഞ്ഞാൽ വണ്ടി തന്നെത്താൻ മൂവ് ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പോൾ സമയം ഉണ്ടെങ്കിൽ, അത് ഉറപ്പില്ല, സമയം ഉണ്ടെങ്കിൽ നമുക്ക് അവിടെയും കൂടി കയറാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, സൈഡിലുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. ഞാൻ ഹരി, വെൽക്കം ടു ടിൻ പിൻ സ്റ്റോറീസ്. നമ്മൾ പെട്രോൾ അടിച്ചുകൊണ്ടിരിക്കുന്ന പമ്പിൻ്റെ ബാക്കിലത്തെ കാഴ്ച കേട്ടോ ഈ കാണണേ. പച്ചപ്പ് നോക്കി അങ്ങോട്ട് കിടക്കണേ. അവിടെയൊക്കെ ചോളത്തിൻ്റെ കൾട്ടിവേഷനാണ് കേട്ടോ. ചോളം കൾട്ടിവേഷൻ്റെ ഈ ഭാഗത്ത് 2-3 വീടുകളൊക്കെ ഉണ്ട്. അതിൻ്റെ പുറത്ത് ഒരു കുട്ടി ഇരുന്ന് കളിക്കുന്നു, ഒരു ചേട്ടൻ ഇരുന്ന് പല്ല് കഴിക്കുന്നു. ഭയങ്കര രസമാണ് കേട്ടോ. ഈ പോകുന്ന വഴിയൊക്കെ ഭയങ്കര രസമാണ്. ഇങ്ങനെ പറഞ്ഞില്ലേ, പച്ചപ്പ്, മൊത്തം പച്ചപ്പും ഇതുപോലെ ഇങ്ങനെ പരന്ന് കിടക്കുകയാണ് കുറേ ദൂരത്തേക്ക്. അപ്പോൾ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ മൊംബാസ തൊട്ട് പല സ്ഥലത്തും പെട്രോൾ അടിക്കാൻ വേണ്ടി വണ്ടി കയറ്റുന്നു. എവിടെയും പെട്രോൾ കിട്ടാനില്ല കേട്ടോ. ഡീസലുണ്ട്, പെട്രോളിന് ഇത്തിരി ഷോർട്ടേജ് ഉണ്ടെന്ന് തോന്നുന്നു, എന്താണെന്നറിയില്ല. പിന്നെ ആദ്യം ഞങ്ങൾ നോക്കിയിരുന്നൊക്കെ അങ്ങള് ടോട്ടലും ഷെല്ലിൽ നിന്ന് മാത്രമേ അടിക്കാറുള്ളൂ എന്ന് പറഞ്ഞു, കൂടുതൽ മൈലേജ് കിട്ടാൻ. അപ്പോൾ അതിലാണ് കിട്ടാത്തത്. അപ്പോൾ അങ്ങനെ അവസാനം ഇപ്പം AS എനർജിന്നോ അങ്ങനെ എന്തോ ഒരു സ്ഥലത്ത് വന്നിട്ടാണ് ഇപ്പോൾ ടാങ്ക് ഫുൾ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. തിരിച്ച് പോയിക്കൊണ്ടിരിക്കുക. അതെ, ഇവിടെ പെട്രോൾ പമ്പിൽ ഒരു മോസ്ക് ഉണ്ട് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ പ്രാർത്ഥിക്കാനൊക്കെ ആയിട്ട് അപ്പുറത്തൊരു കാറൊക്കെ വാഷ് ചെയ്യാനുള്ള ഏരിയ ആണ്. ഇവിടെ മോസ്ക് ഉണ്ട്. ഇവിടെ ചെറിയൊരു എന്താ പറയുക സൂപ്പർ മാർക്കറ്റ് പോലെ ഉണ്ട്. സമാധാനമായി ഒന്ന് അല്ല, ഇനിയിപ്പോ അതില്ലെങ്കിൽ പിന്നെ ടെൻഷൻ അടിച്ച് പോകണ്ടേ, ഉണ്ടല്ലോ. ആ, അപ്പൊ എന്തായാലും ഫ്യൂലൊക്കെ കിട്ടി. നമ്മളിത് വണ്ടി എടുത്ത് വീണ്ടും യാത്ര തുടങ്ങി കേട്ടോ. വീണ്ടും ഹൈവേയിലേക്ക് കയറി. ഇതാണ് നമൻ റൈറ്റ്? ആ, കെൻ യു സേ വൺ ഹായ്? ഹായ്. അപ്പോൾ നമനാണ് നമ്മളിന്ന് നമ്മൾ ഓടിച്ച് അവിടെ വരെ കൊണ്ടുപോകാൻ പോകണം കേട്ടോ. നമ്മൾ ആദ്യം പെട്രോൾ അടിച്ച ആ പമ്പിൽ നിന്ന് കുറച്ചധികം ദൂരം മുന്നോട്ട് പോകുന്നു കേട്ടോ. നമ്മൾ ഈ പോകുന്ന വഴി കവർ ചെയ്തൊരു റൂട്ടാണ്. അപ്പോൾ വോയി എന്ന് പറഞ്ഞൊരു സ്ഥലം, നമ്മളൊരു കോഫി കുടിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അവിടെ വന്നതേ. ഇപ്പം നമ്മളിവിടെ കയറുന്നത് പെട്രോൾ അടിക്കാനാണോ ഭക്ഷണം കഴിക്കാനാണോ? ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്, പ്രശ്നങ്ങളൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട്, അതായത് വാഷ്റൂമിലൊക്കെ പോകാനായിട്ടോ പറഞ്ഞ് അതിന് വേണ്ടിയിട്ട് ഒതുക്കിയതാണ്. അവിടെ വുഡ്സ് കഫേ എന്ന് പറഞ്ഞിട്ട് ഈറ്റ് ഡ്രിങ്ക് ആൻഡ് ഷോപ്പ് എന്ന് പറഞ്ഞിട്ട്. ഭക്ഷണമൊക്കെ കഴിച്ചു കേട്ടോ. ഇതിൻ്റെ അകത്ത് ഭയങ്കര ഒച്ചയും വെള്ളം കേട്ടോ, ഭയങ്കര ശബ്ദമാണ്. ആൾക്കാരൊക്കെ ഇരുന്നേ വർത്താനം പറഞ്ഞിട്ട്. നമൻ എന്ന് പറഞ്ഞ ആളുണ്ടല്ലോ നമ്മുടെ കൂടെയുള്ള ആൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതാ കേട്ടോ. ആൾ കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. കാപ്പി വേണമെന്ന് ചോദിച്ചു, വേണ്ട. ബ്രേക്ക്ഫാസ്റ്റ് വേണമെന്ന് ചോദിച്ചു, വേണ്ടെന്ന് പറഞ്ഞു. വെള്ളത്തിൻ്റെ കുപ്പി മതി എന്ന് പറഞ്ഞു. അപ്പം അങ്ങള് പുറകിലൊരു കുറേ വെള്ളത്തിൻ്റെ കുപ്പി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലൊരെണ്ണം എടുത്ത് കൊടുത്തു. അപ്പോൾ നമ്മളിത് ഇവിടെ നിന്ന് ഇറങ്ങി പോവാം കേട്ടോ. പണ്ട് കാലത്ത്, അപ്പോൾ അങ്ങളിപ്പോൾ അവിടെ നിന്ന് സംസാരിക്കുക, പണ്ട് കാലത്ത് ഇവരിങ്ങനെ ഈ മൊംബാസയ്ക്കൊക്കെ പോകുമ്പോൾ, നൈറോബിയിൽ നിന്ന് ഇത്രയും ദൂരം മൊംബാസയ്ക്ക് പോകുമ്പോൾ ആകെ 3 സ്റ്റോപ്പ് അത്ര ഇങ്ങനെ എടുക്കാൻ പറ്റുള്ളൂ. അതിലൊന്ന് ഇതായിരുന്നു, പിന്നെ ഒന്ന് മക്കിണ്ടോന്ന് പറഞ്ഞിട്ടുള്ള ഗുരുദ്വാര എന്ന് നമ്മൾ പോകുന്നത്. പിന്നെ അല്ലാതെ വേറെ ഏതൊരു സ്ഥലത്ത്. അപ്പോൾ വേറെ എവിടെയും സ്ഥലങ്ങളില്ല നിർത്താനോ ഭക്ഷണം കഴിക്കാനൊന്നും സ്ഥലങ്ങളില്ലായിരുന്നു. അപ്പോൾ പണ്ട് ഇവരുടെ സ്ഥിരം സ്പോട്ടായിരുന്നു അത്ര ഇത്. അപ്പോൾ അതെ, നമ്മൾ ആദ്യം വണ്ടി കയറി നാളെ അവിടെ ഇരിക്കുകയായിരുന്നു കേട്ടോ. സാവോ നാഷണൽ പാർക്കിന്റെ ഇടയിൽ കൂടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ 2 സൈഡിലും സാവോ നാഷണൽ പാർക്കാണ്. ഈ പോകുന്ന വഴിയുടെ സൈഡിലൊക്കെ സീബ്രകൾ ഇങ്ങനെ മേഞ്ഞ് നടക്കാം കേട്ടോ. ഇവിടെ ഇറങ്ങാൻ പാടും കുഴപ്പമില്ലല്ലോ, ക്രോസ് ചെയ്യാതിരുന്നാ പോരെ? ആണോ? അതുകൂടി പോവില്ല. ഞാൻ ആദ്യമായിട്ടാണ് സീബ്രേനെ ഇത്ര അടുത്ത് കാണാം. കഴിഞ്ഞ ദിവസം നമ്മള് കൊണ്ടുപോയി
കഴിഞ്ഞ ദിവസം നമ്മൾ ഇതിലെ പോകുമ്പോൾ ചെറുതായിട്ട് കണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പോൾ ഇത് തൊട്ടടുത്താട്ടോ സീബ്രകൾ നിൽക്കണേ. നമുക്കൊന്ന് ക്രോസ് ചെയ്തോളാം ഞങ്ങൾ പറഞ്ഞു. അപ്പോൾ വരുന്ന വഴിക്കുണ്ടല്ലോ ഈ നമനിതൊന്നൊരു പുതുമയല്ല. അപ്പോൾ നമനിത് കാണുമ്പോൾ ഞാൻ നിർത്താൻ പറയുമ്പോൾ നമൻ ഓടിച്ച് പോവുക. അത് സീബ്രയാണ്, ജസ്റ്റ് സീബ്ര അത്രേ, പശുവിനെ കാണുന്ന പോലെ. അപ്പോൾ അതേ സീബ്രയുടെ ഒപ്പം നമുക്ക് നടക്കാട്ടോ. അമ്പോ ഇന്നലെ ഫോൺ വിളിച്ചപ്പോൾ ലക്ഷ്മി പറഞ്ഞുള്ളൂ, ലക്ഷ്മിയുടെ ചൈൽഡ്ഹുഡ് ഡ്രീമായിരുന്നു അത്രേ സീബ്രേനെ കാണണം എന്നുള്ളത്. ഞാൻ ഇവിടെ സീബ്രയുടെ അവിടെ നടക്കുകയാണ്. ഇത് രസതിനെ കാണാൻ. ഇവരിങ്ങനെ ഈ ഉണങ്ങിയ പുല്ലും കാര്യങ്ങളൊക്കെ തിന്നാട്ടോ. അതിൻ്റെ ഇടയിൽ ചെറിയ ചെറിയ പൂക്കളൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. എന്ത് രസാ, കിടിലൻ എക്സ്പീരിയൻസ് ആട്ടോ. ഇത് ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു കേട്ടോ, ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. ഇതിനു മുമ്പേ 2-3 പ്രാവശ്യം ഇതിനെ കണ്ടു. അപ്പം ഞാൻ ആളുടെ അടുത്ത് പറയാൻ നിർത്തുന്ന പറയുമ്പോൾ ആള് വണ്ടിയൊക്കെ ഓവർടേക്ക് ചെയ്ത് ക്രോസ് ചെയ്ത് പോകണം. അവർക്ക് അതൊരു ഒട്ടും പുതുമയല്ലല്ലോ. ഇനിയും കാണാന്നാ പറയണേ. താങ്ക് യു. First time I'm seeing, so that is why I'm asking you to stop. നമ്മൾ ഹൈവേ എന്നുണ്ടല്ലോ മാനീറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലോഡ്ജിലേക്ക് തിരിയാണോ. എന്താണ് അതിൻ്റെ മാനീറ്റേഴ്സ് എന്നൊക്കെ പറയാനുള്ള കാര്യം ഞാൻ വഴിയെ പറഞ്ഞുതരാം. പക്ഷേ ഇത് കണ്ടോ, നമ്മളിപ്പോൾ പോകുന്നത് മറ്റേ റെയിൽവേ പാലത്തിൻ്റെ അടിയിൽ കൂടെയാണ് കേട്ടോ. സാവോ നാഷണൽ പാർക്കിലാണിത്. പാലം പണിതിട്ടൊക്കെ നോക്കി. അപ്പോൾ ഈ ഭാഗത്ത് ഒരു റെയിൽവേ സ്റ്റേഷൻ കണ്ടു കേട്ടോ നേരത്തെ അവിടെ. അപ്പോൾ മൊത്തം ഈ കണ്ടെയ്നേഴ്സൊക്കെ മൊത്തം ട്രെയിനിലാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇടയ്ക്ക് എന്തോ ഒരു റൂൾ ഉണ്ടായിരുന്നു ഇവിടെ, ഈ കണ്ടെയ്നേഴ്സൊക്കെ ട്രെയിനിൽ കൂടെ മാത്രമേ കൊണ്ടുപോകാൻ പാടുള്ളൂ എന്ന്. പക്ഷേ ഇപ്പോൾ അത് മാറി, ഞങ്ങളെ മാറിയില്ലേ. ഇപ്പം അതുകൊണ്ട് ഇത് മറ്റേ ലോറിയിലും കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ ഇവിടുത്തെ കുറേ ബിസിനസ്സുകളൊക്കെ പൊളിഞ്ഞു പോയി അങ്ങനെ റോള് കൊണ്ടുവന്നപ്പോൾ. ഇപ്പോൾ നമ്മൾ ആ ബ്രിഡ്ജിൻ്റെ അടിയിൽ കൂടെ ആയിട്ടാണ് പോണേ. രസമാണെന്ന് നോക്കി, കുറേ ദൂരത്തേക്ക് ഉണ്ട് കേട്ടോ ആ റെയിൽവേ പാലം. അതങ്ങനെ 2 മലകൾ തമ്മിൽ ഇങ്ങനെ കണക്ട് ചെയ്യണ പോലെയാണ്. ഇപ്പോൾ താഴത്തേക്ക് ഇറങ്ങി മാനീറ്റേഴ്സ് ലോഡ്ജിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ പണ്ട് കാലത്ത് ഇവിടെ ഉഗാണ്ടൻ റെയിൽവേ പണിയുന്ന സമയത്ത് ബ്രിട്ടീഷുകാരായിട്ടോ. അപ്പോൾ ബ്രിട്ടീഷുകാരുടെ ഐഡിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊംബാസ പോർട്ടിൽ നിന്ന് ആഫ്രിക്കയുടെ ഇൻലാൻഡിലേക്ക് റെയിൽവേ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യയിൽ നിന്ന് കുറേ ആൾക്കാർ, ഇന്ത്യയിൽ നിന്നാണ് മേജർലി, പിന്നെ ആഫ്രിക്കയുടെ പല ഭാഗത്തു നിന്ന് ആൾക്കാരെ കൊണ്ടുവന്ന് ഇവിടെ പണി തുടങ്ങി കേട്ടോ. അപ്പോൾ ഇവിടെ സാവോ റിവർ ഉണ്ട്. സാവോ റിവറിന് കുറുകെ ഒരു പാലം പണിയണ സമയത്ത് ഒരു 8 മാസം ഇവർക്ക് പണിയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം രാത്രി ഇവിടെ ലോക്കലായിട്ടുണ്ടായിരുന്ന സിംഹങ്ങൾ വന്നിട്ട് ആൾക്കാരെ പിടിച്ചുകൊണ്ട് പോയിരുന്നു. അപ്പോൾ ഒരു ഏകദേശം ഒരു റഫ് കണക്ക് കേട്ടോ, കറക്റ്റായിട്ടൊരു ഇതറിയില്ല. പക്ഷേ സിംഹങ്ങൾ 40 മുതൽ 100 പേരെ വരെ ഇവിടുന്ന് പിടിച്ചുകൊണ്ട് പോയെന്നാണ് പറഞ്ഞത്. അപ്പം ആൾക്കാരൊക്കെ ജോലിക്ക് വന്നവരൊക്കെ ഇവിടുന്ന് ഓടിപ്പോകാൻ തുടങ്ങി. അങ്ങനെ ഇവിടുത്തെ പണിയൊക്കെ ഹോൾട്ടായി. അപ്പോൾ അത് കഴിഞ്ഞ് ഈ സിംഹങ്ങളെ ഒരാൾ വന്ന് വെടിവെച്ച് കൊന്നിട്ടൊക്കെയാണ് ഇവിടെ പണി തുടങ്ങിയത്. അപ്പോൾ ആ ഒരു ക്യാമ്പ് ഉണ്ടായിരുന്ന സ്ഥലം ഉണ്ടല്ലോ, അവിടെയാണ് ഇപ്പോൾ ഈ മാനീറ്റേഴ്സ് ക്യാമ്പ് ഉള്ളത്, അതായത് ഈ ലോഡ്ജ് ഉള്ളത്. ആ ഒരു ഭാഗത്തേക്ക് ഇത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പോണേ. ദ ഗോസ്റ്റ് ആൻഡ് ഡാർക്ക്നെസ് എന്ന് പറഞ്ഞിട്ടൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ആ ഒരു സിനിമ ഇവിടുത്തെ ഇപ്പം ഞാൻ പറഞ്ഞ കഥയുടെ ബേസ് ചെയ്തിട്ടാണ്. ഞാൻ പറഞ്ഞ കഥയല്ല, അന്ന് ഇവിടെ നടന്ന കാര്യത്തിനെ ബേസ് ചെയ്തിട്ടാണ് കേട്ടോ. 1898 ഈ സംഭവം നടന്നേക്കണത്. അതെ, മാനീറ്റേഴ്സ് ലോഡ്ജ്. ഇവിടെ ഞങ്ങൾ താമസിക്കുന്നൊന്നുമില്ല കേട്ടോ, ജസ്റ്റ് ഇത് കാണാൻ വേണ്ടി വന്നതാണ്. അതിൻ്റെ കോർഡിനേറ്റ്സ്, എലിവേഷൻ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അവിടെ ബാക്കിൽ എന്തോ പണി നടക്കുന്നത്, അതിൻ്റെ ഗ്രൈൻഡിങ് സൗണ്ടാണ് കേട്ടോ കേൾക്കണേ. ജോൺ ഹെൻറി പാറ്റേഴ്സൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രിട്ടീഷ് എഞ്ചിനീയർക്കായിരുന്നു കേട്ടോ ഈ പ്രൊജക്റ്റിൻ്റെ ചുമതല. അതായത് ഉഗാണ്ടൻ റെയിൽവേയുടെ ഭാഗം ഈ സാവോ നദിക്ക് കുറുകെ പോകുന്ന പാലം പണിയുന്ന പ്രൊജക്റ്റിൻ്റെ ചുമതല. അപ്പോൾ അങ്ങേരുടെ കൂടെ മേജർലി ഉണ്ടായിരുന്നത് ഇന്ത്യൻ ലേബറേഴ്സ് ആയിരുന്നു കേട്ടോ. അതായത് അവിടുന്ന് അങ്ങനെ കൊണ്ടുവന്ന, അതായത് അടിമകളായിട്ട് കൊണ്ടുവന്ന ഇന്ത്യൻ ലേബറേഴ്സ് ആയിരുന്നു ഈ പണി മുഴുവൻ ചെയ്തിരുന്നത്. അപ്പോൾ ആ കാലത്ത് അവരെല്ലാവരും കൊണ്ടുവന്നിട്ട് ഇവിടെ ടെൻറ്റുകളിലാണ് കേട്ടോ താമസിപ്പിച്ചിരുന്നത്. ഇപ്പോൾ 2 സിംഹങ്ങളാണ് പറയണത്, 2 മെയിൽ ലയൺസ്. അപ്പോൾ അതുങ്ങൾ രാത്രി 1898 മാർച്ച് മുതൽ പിന്നെ അങ്ങോട്ട് ഒരു 9 മാസം ഈ ആൾക്കാരെ റാൻഡമായിട്ട് ടെൻറ്റിൽ നിന്ന് വലിച്ചഴിച്ച് കൊന്നു തിന്നുമായിരുന്നു. ഇതിനെ പല വഴിക്ക് കൊല്ലാൻ നോക്കി ഈ സിംഹത്തിനെ, ഒന്നും നടന്നില്ല. ലാസ്റ്റ് പാറ്റേഴ്സൺ തന്നെയാണ് കൊല്ലുന്നത്, പല ട്രാപ്പും കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. ഡീറ്റെയിൽസ് ഞാൻ വഴിയെ പറഞ്ഞാൽ നമുക്ക് ആദ്യം ഈ ലോഡ്ജ് കാണാം. ഇവിടെ റിസപ്ഷൻ ഉണ്ട്, അങ്കിൾ അങ്ങോട്ട് നടന്നു. ഇത്
ശരിക്കും വലിയൊരു പ്രോപ്പർട്ടി ആട്ടോ. നമ്മളിത് കടന്നു വന്ന റിസപ്ഷൻ്റെ ഭാഗത്ത് തന്നെ ഒരു റിക്രിയേഷൻ ഏരിയ ഉണ്ട്, പൂള് കളിക്കാനുള്ള ഒരു സ്ഥലം, TV ഏരിയ എന്ന രീതിയുണ്ട്, പിന്നെ ആൾക്കാർക്ക് ചില്ല് ഔട്ട് ചെയ്യാനുള്ള ഒരു സ്ഥലം, അവിടെ ഒരു ബാറ്, പിന്നെ ഇവിടെ ഒരു സ്വിമ്മിംഗ് പൂൾ ഉണ്ട്, പിന്നെ ആ കാണുന്നൊരു റിവറാട്ടോ. റിവറാണോ തോട് പോലെ എന്നാണ്, ഇതാണോ സാവോ നദി എന്ന് എനിക്കറിയില്ല. പക്ഷെ എന്തായാലും അതിൻ്റെ തീരത്താണ് ഈ പൂളും ഈ റിസോർട്ടൊക്കെ പണിതേക്കുന്നത്. അയ്യോ ഇത് നോക്കി, എന്ത് രസമാണെന്ന് നോക്കി. ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചത്, ഞാൻ ഇത്രയും കളർഫുൾ ആയിട്ടുള്ള ഒരു കാക്ടസ് കണ്ടിട്ടില്ല കേട്ടോ. എന്തോരം പൂക്കളെ നോക്കി ഉണ്ടായി നിൽക്കണേ, പല നിറത്തിലാട്ടോ, ചിലത് മഞ്ഞ, ചുമപ്പ്, അങ്ങനെ പല നിറത്തിലായിട്ട് ഉണ്ടായി നിൽക്കണം. എന്ത് രസമാണ്, ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും കളർഫുൾ ആയിട്ടുള്ള കാക്ടസ് കാണുന്നത്. ഇതിൻ്റെ ഇടയിലൊക്കെ എന്തൊക്കെയോ ഓന്തോ അരണയൊക്കെ ഉണ്ട് കേട്ടോ, അരണയല്ല ഓന്തുണ്ട് കേട്ടോ, 2-3 ഉണ്ട്. നല്ല രസമുണ്ട് ഇതൊക്കെ കാണാൻ. ചെറിയൊരു ഓറഞ്ച് ഷെയ്ഡൊക്കെ ആയിട്ട് ഇവിടെ റെസ്റ്റോറൻറ്റ് ഏരിയ ഉണ്ട്. അപ്പോൾ അങ്ങോട്ട് നടക്കാം കേട്ടോ. ഈ പുഴ കണ്ടിട്ടുണ്ടല്ലോ, നിറച്ച് മുതലൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉള്ള പോലത്തെ ഒരു പുഴ അല്ലേ. ഞാൻ പണ്ട് ഈ നാഷണൽ ജോഗ്രാഫിക് ചാനലിലും പിന്നെ ഡിസ്കവറിയിലൊക്കെ കാണുമ്പോൾ ആഫ്രിക്കയിൽ ഇതുപോലത്തെ പുഴകളുടെ ഇങ്ങനെ തീരത്ത് കല്ലിലൊക്കെ മുതലകൾ കിടക്കണം കാണാറുണ്ട്. കണ്ടിട്ട് അതുപോലെ ഉണ്ട്. ആ ഭാഗത്ത് കുറച്ച് കുരങ്ങിമാരൊക്കെ ഓടി നടക്കുന്നുണ്ട് കേട്ടോ. അവിടെ ഒരു മരം കടപുഴകി കിടക്കുന്നുണ്ട്, അതിൻ്റെ ചുറ്റുവട്ടത്ത് കിടന്ന് കളിക്കുന്നുണ്ട്, ഒരു മരത്തിൻ്റെ മുകളിലേക്ക് വലിഞ്ഞ് കയറുന്നുണ്ട്. എന്തായാലും പാറ്റേഴ്സൺ ഇവിടെ ഈ ലേബറേഴ്സിനെ കൊണ്ടുവന്ന സമയത്ത് ഇവിടെ റെയിൻഡിയർ പെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എപ്പിഡമിക് വന്നിട്ട് ഈ ഭാഗത്തുള്ള വൈൽഡ് ബഫലോസൊക്കെ ചത്തൊടുങ്ങിയിരുന്ന സമയത്തായിരുന്നു. അതായത് സിംഹത്തിന് ഭക്ഷണം കിട്ടാതിരിക്കുന്ന നേരത്ത് 6 to 9 മാസക്കാലം സിംഹത്തിന് വിശക്കുമ്പോൾ സിംഹം ഈ ടെൻറ്റിൽ വരുന്നു, ഏതെങ്കിലും ഒരു ഇന്ത്യക്കാരനെ കടിച്ച് വലിച്ചഴിച്ച് കൊണ്ടുപോയി കൊന്ന് തിന്നുമായിരുന്നു കേട്ടോ. അങ്ങനെയാണ് ഇവിടെ ഈ പ്രശ്നം വന്നത്. അങ്ങനെ ആൾക്കാരൊക്കെ ഇവിടുന്ന് പലായനം ചെയ്യുന്നു, ഇവരുടെ ഈ പ്രൊജക്റ്റ് ഹോൾട്ട് ആവുന്നു. പിന്നെ പാറ്റേഴ്സൺ തന്നെ മുൻകൈ എടുത്ത് തോക്കുമായിട്ട് ഇറങ്ങുന്നു ഇതിനെ കൊല്ലാൻ വേണ്ടിയിട്ട്. കുറേ അറ്റംപ്റ്റ്സ് നടത്തുന്നു, പറ്റുന്നില്ല. ലാസ്റ്റ് ഈ പാറ്റേഴ്സനെ തന്നെ ഒരു എന്താ പറയുക ചൂണ്ടയാക്കിയിട്ടാണ് ഇതിനെ അവസാനം വെടിവെച്ച് കൊല്ലുന്നത് കേട്ടോ. ഈ സിംഹത്തിൻ്റെ സ്കിന്നും കാര്യങ്ങളൊക്കെ ഇപ്പോഴും US ചിക്കാഗോ ഫീൽഡ് മ്യൂസിയത്തിൽ പ്രിസർവ് ചെയ്തിട്ടുണ്ട്. ജനറലി സിംഹങ്ങൾ ഇങ്ങനെ മനുഷ്യനെ കൊന്ന് തിന്നുന്നൊരു പ്രവണതയില്ല, പക്ഷേ ഇവിടെ അതിന് ഭക്ഷണം കിട്ടാത്തൊരു സമയമായതുകൊണ്ടും പിന്നെ എന്താ പറയുക ഈസി ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ളൊരു സാധനം ഹ്യൂമൻസ് ആയിരുന്നു. കാരണം വലിയ പണിയൊന്നും എടുക്കണ്ട, ചെന്നു ടെൻറ്റിൽ മുട്ടി തുറന്ന് കൊന്ന് തിന്നാവുന്നതാണ്. അപ്പം ഞാൻ നെറ്റിൽ വായിച്ചാട്ടോ, അത് എത്രത്തോളം എനിക്ക് ശരിയാണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ സിംഹത്തിൻ്റെ ഒരു പ്രവണത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് കിട്ടുന്നൊരു സാധനം, അതിന് ക്വിക്ക് ലേണിംഗ് ആണ്, അത് ഈസി ആയിട്ട് കിട്ടും. അപ്പോൾ ഇനി ഹ്യൂമൻ മീറ്റ് കഴിക്കാം, അല്ലെങ്കിൽ അവർക്ക് ആ ഹ്യൂമൻ ഫ്ലഷും ഹ്യൂമൻ ബ്ലഡിൻ്റെ ടേസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് ജീൻ വഴി പാസ് ചെയ്യും അടുത്ത ജനറേഷനിലേക്ക്. അപ്പം ഇപ്പോൾ ആ 2 സിംഹങ്ങൾ കഴിച്ചാൽ തന്നെ പിന്നീടുള്ള ജനറേഷൻസിനും ആ ഹ്യൂമൻസ് ബ്ലഡിനോട് അല്ലെങ്കിൽ ഹ്യൂമൻ ഫ്ലഷിനോട് താല്പര്യം ഉണ്ടാവുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മാൻ ഈറ്റേഴ്സിൻ്റെ കഥ കേട്ടോ. Usipigie yule mtu wetu, yule jamaa yetu sahii mpangane. നമ്മൾ ഈ പോകുന്ന വഴിയിലുണ്ടല്ലോ നിറച്ചും ഇങ്ങനെ ഹാൻഡിക്രാഫ്റ്റ് സാധനങ്ങളൊക്കെ കുറേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് ഇവരുടെ ഒരുതരം മുറം, പിന്നെ വെള്ളം കോരിയെടുക്കാനുള്ള സാധനങ്ങൾ, സൊവനിയേഴ്സ്, അങ്ങനെ കുറേ സാധനങ്ങൾ വഴിയുടെ സൈഡിൽ ഇങ്ങനെ സ്ത്രീകളുണ്ട്, പുരുഷന്മാരുണ്ട്, അങ്ങനെ മിക്സ്ഡ് ആയിട്ട് ആൾക്കാർ ഇരുന്നിട്ട് വിൽക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ പോകുന്നത് മക്കിൻഡു ഗുരുദ്വാര എന്ന് പറഞ്ഞിട്ടുള്ള ഇവിടെ ഒരു ഗുരുദ്വാര കേട്ടോ. ഭയങ്കര ഫേമസ് ആയിട്ടുള്ള, എനിക്ക് തോന്നുന്നത് ആഫ്രിക്കയിലെ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് ഫേമസ് ഗുരുദ്വാരകളിൽ ഒന്നാണ്. അപ്പോൾ ഈ പോകുന്ന വഴി ഇവിടെ ഈ ഒരു ഭാഗത്ത് നിറച്ച് ബാവബാവ ട്രീസാണ് കേട്ടോ. ഈ കാണുന്നൊക്കെ ബാവബാവ ട്രീസാണ്. അപ്പോൾ എവിടെയെങ്കിലും നമുക്കൊരു വലിയ ബാവബാവ ട്രീ കാണുമ്പോൾ നിർത്താം കേട്ടോ. Can you stop when you spot like a big ബാവബാവ ട്രീ? ഇവിടെ ഒരെണ്ണുണ്ട് കേട്ടോ. അതിനത്ര ഹൈറ്റ് ഇല്ല, പക്ഷെ അതിൻ്റെ ട്രങ്കിന് നല്ല എന്താ പറയുക വീതി ഉണ്ട് കേട്ടോ. വീതിയോ എന്താ ചുറ്റളവ് ഉണ്ട് കേട്ടോ. കണ്ടോ എന്താ അതിൻ്റെ വലുപ്പം നോക്കിയേ. ഇത് അദൻസോണിയ ഡിജിറ്റാറ്റ എന്നാണ് കേട്ടോ എൻ്റെ സയൻറ്റിഫിക് നെയിം. ട്രീ ഓഫ് ലൈഫ് എന്നൊക്കെയാണ് ഇവിടെ അറിയപ്പെടുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മൾ ഷാല ഐലൻഡിൽ പോകുന്ന വഴി ഇതുപോലെ വലിയൊരു സാധനം കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അത് ഇതിനേക്കാളൊക്കെ വലുതായിരുന്നു കേട്ടോ. പക്ഷേ ഇത് ഇപ്പോഴാണ് നമ്മൾ ഇതിനെ തൊടാവുന്ന ഒരു സൈഡിലെത്തണം കേട്ടോ. എന്തൊരു വലുപ്പാ നോക്കിയേ. ഈ ബാവബാ ട്രീ ഉണ്ടല്ലോ നമ്മുടെ വാഴയും തെങ്ങൊക്കെ പോലെ കേട്ടോ. അതിൻ്റെ എല്ലാ ഭാഗങ്ങളും ഉപയോഗിക്കാനൊക്കെ പറ്റും. ഇപ്പം ഇതിൽ ഇല വന്നു തുടങ്ങിയിട്ടില്ല, പക്ഷേ ചില ഭാഗത്ത് വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതാ കാണുന്നൊക്കെ അതിൻ്റെ ഇല തളിരിട്ട് വരുന്നതാണ്. മഴ തുടങ്ങുമ്പോഴാണ് അതിൻ്റെ ഇലയൊക്കെ തളിരിട്ട് വരിക. അപ്പോൾ ഈ ഇല അങ്ങനെ മെഡിസിനൽ പർപ്പസിന് ഉപയോഗിക്കും. പിന്നെ ഇതിൻ്റെ ബാർക്ക് ഉണ്ടല്ലോ, ആ ട്രീയുടെ ബാർക്ക്, അത് ഇവരെന്തോ ചതച്ച് അതുകൊണ്ട് റോപ്പും മാറ്റും ചവിട്ടിയൊക്കെ ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ അത് ഇവിടെ വേറൊരു വലിയ ബാവബാ ട്രീ ഉണ്ട്. ഇതിൽ നിറച്ചും കായുണ്ട് കേട്ടോ.
ഇഷ്ടംപോലെ കായുണ്ട്. ഈ കായ നമുക്ക് കഴിക്കാൻ പറ്റും. അത് ഇവിടുത്തെ മൃഗങ്ങളും മനുഷ്യന്മാരൊക്കെ കഴിക്കാൻ. എന്തോ മങ്കി ബ്രെഡ് എന്നോ അങ്ങനെ എന്തോ ആണ് ആ കായ്ക്ക് പേര്. ആ കാണുന്ന നിലത്ത് എവിടെയെങ്കിലും മീൻ കിടക്കണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഇത് ഇവിടെ ഒരു കായ കിടക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് പൊട്ടിച്ചു നോക്കാം. ഇത് അങ്ങനെയൊന്നും പൊട്ടില്ല കേട്ടോ, അത് ഭയങ്കര ഹാർഡാണ്. ഇല്ല, വെൽവെറ്റ് പോലെയാണ് അതിൻ്റെ പുറം ഇരിക്കുന്നത് കേട്ടോ. ചോദിച്ചു നോക്കട്ടെ അവിടെ, ഇത് എടുത്തുകൊണ്ട് പോയിട്ട് അവരോട് ചോദിക്കാം ഇതെങ്ങനെ പൊട്ടിക്കാന്ന്. ഇപ്പോൾ ഈ ആഫ്രിക്കൻ ഫോക്ലോറിൽ പറയുന്നത് ഈ ബാബോ ട്രീ എന്ന് പറഞ്ഞാൽ ദൈവം തലതിരിച്ച് ഒരു മരത്തിനെ പ്ലാന്റ് ചെയ്തു എന്നാണ്. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ അതിൻ്റെ വേര് അല്ലേ ശരിക്കും വേര് പോലെയിരിക്കുന്നത്. ആ മരത്തിനെ മരം താഴത്തേക്ക് പ്ലാന്റ് ചെയ്ത പോലെയിരിക്കുന്നത്. അപ്പോൾ ഈ ഓരോ മരത്തിനുണ്ടല്ലോ 1000-2000 വർഷം വരെയൊക്കെ ഇതിന് ലൈഫുണ്ട്. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ ഈ കാണുന്ന പല മരങ്ങളും വർഷങ്ങൾ പഴക്കമുള്ളതാണ്. പിന്നെ ഇതിൻ്റെ ഈ ട്രങ്ക് ഉണ്ടല്ലോ അതിങ്ങനെ ഒരു സ്പോഞ്ച് പോലെയാണ്. എത്രയോ ലിറ്റർ വെള്ളം, 1000 ലിറ്റർ വെള്ളം ഈ ഒരു ട്രങ്കിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ഒരു ഡ്രൈ ഏരിയ ആണ്. ഇപ്പോൾ മഴയൊക്കെ പെയ്താലാണ് ഇതുപോലെ പച്ചപ്പും കാര്യങ്ങളൊക്കെ വരുള്ളൂ. അപ്പോൾ അതിന് അല്ലാത്ത വേനൽക്കാലത്തൊക്കെ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇഷ്ടംപോലെ വെള്ളം അതിൽ സ്റ്റോർ ചെയ്ത് വെക്കും കേട്ടോ. ഇതിന് നാച്ചുറൽ ഡെത്ത് അല്ല ശരിക്കും ഉണ്ടാവുക. മനുഷ്യൻ മുറിച്ചിട്ടും പിന്നെ ആന കൊമ്പോണ്ട് ഇതിൽ കുത്തും. ഈ ട്രങ്കിൽ കുത്തി കഴിഞ്ഞാൽ അതിന് വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ വെള്ളമൊക്കെ കുടിച്ച് അങ്ങനെയൊക്കെയാണ് മിക്ക ബാബോ ട്രീ നശിച്ചു പോകണം കേട്ടോ. നമുക്ക് എൻ്റെ കായ എങ്ങനെ പൊട്ടിക്കുന്ന അകത്തൊന്ന് ചോദിച്ചു നോക്കാം. ഡു യു നോ ഹൗ ടു ഓപ്പൺ ദിസ് ബാബോ ട്രീ ഫ്രൂട്ട്? ഡു യു നോ? This one is small, you can't open. You need the big one. Big one. That you see the big one. Okay. That's the one they normally make the. You saw the mabuyus? Huh? You saw the mabuyu? Mabul? They call it mabuyu. Oh, okay. They make it, they put coloring, then people eat. Oh, okay. So they are from this one. Okay. Yeah. So this you can't open? This one can't open. This Oh, okay. small. Okay. അങ്ങനെ പറയാം, നമുക്ക് വീട്ടിൽ പോയി കട്ട് ചെയ്യാന്ന്. അപ്പോൾ എടുത്തു വയ്ക്കാം അല്ലേ? നമ്മളീ പോകുന്ന വഴിയുടെ 2 സൈഡിലുണ്ടല്ലോ ഇഷ്ടംപോലെ ബാബോ ട്രീസ് ഉണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ. കുറേ ഉണ്ട്. അപ്പോൾ ഇത്ര നേരം ഉണ്ടായിരുന്നു, പക്ഷേ ഈ ഒരു ഭാഗത്തെത്തിയപ്പോൾ കുറേ ഉണ്ടായി നിൽക്കുന്നുണ്ട്. ഇത് നാച്ചുറലി ആഫ്രിക്കയിലും മഡഗാസ്കറിലും ഓസ്ട്രേലിയയിലും മാത്രമായിട്ടേ ഉണ്ടാവുള്ളൂ. പിന്നെ ലോകത്തിൻ്റെ ബാക്കി എല്ലാ ഭാഗത്തുണ്ടെങ്കിൽ തന്നെ അത് ആൾക്കാർ കൊണ്ടുപോയി പ്ലാന്റ് ചെയ്തതാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ എന്താ പറയുക, ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ജീവിക്കുന്ന ലിവിങ് ഓർഗാനിസത്തിൽ ഒന്നാണ് ഈ ബാബോ ട്രീ. അതിൻ്റെ ഒരു കായാണിത് നമ്മുടെ കയ്യിലിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി കുറച്ച് ദൂരമേ ഉള്ളൂ, ലെസ് ദാൻ 1 hour നമ്മൾ മക്കിൻഡു ഗുരുദ്വാര എത്തും കേട്ടോ. അത് ഇവിടുന്ന് ഡിവൈഡ് ചെയ്ത് പോകണം അല്ലേ? വേണ്ട, റോഡ് സൈഡിൽ തന്നെയാണ് അല്ലേ? അപ്പോൾ മക്കിൻഡു ഗുരുദ്വാര കാണാം. വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ടല്ലോ, ഈ ചപ്പാത്തിയുടെ പുറത്ത് നെയ്യ് വരട്ടുമ്പോൾ ഒരു മണല്ലേ, ആ മണാട്ടോ വരണേ. എന്ത് രസാ. ഇപ്പോൾ ഈ മക്കിൻഡോ ഇവിടെ ലങ്കറുണ്ട് കേട്ടോ. അപ്പോൾ ആ ലങ്കറിലെ ഭക്ഷണം ഉണ്ടാക്കണ മണമാണ്. ഈ മക്കിൻഡോ ഗുരുദ്വാരയ്ക്കും നേരത്തെ പറഞ്ഞ ഉഗാണ്ടൻ റെയിൽവേ ആയിട്ട് നല്ല കണക്ഷൻ ഉണ്ട് കേട്ടോ. പണ്ട് കാലത്ത് ഈ ഒരു ഭാഗത്ത് ഈ റെയിൽവേ പണിക്ക് കൊണ്ടുവന്നിരുന്നത് സിഖുകാരെയാണ് കേട്ടോ. അപ്പം അങ്ങനെ സിഖുകാർ ഇവിടെ ഒരു പോയിന്റിൽ അവരുടെ ഗ്രന്ഥമൊക്കെ വെച്ച് പ്രാർത്ഥിച്ചിരുന്നു. പണ്ട് കാലത്ത് അതൊരു ഷീറ്റൊക്കെ ഇട്ടിട്ടായിരുന്നു, ടിൻ ഷീറ്റൊക്കെ ഇട്ടിട്ടാണ് പണിതിരുന്നത്. അപ്പോൾ ആ ഒരു ഗുരുദ്വാരയാണ് ഇന്ന് ഡെവലപ്പ് ചെയ്തത് ഇത്രയും വലുത്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ആഫ്രിക്കയിലെ തന്നെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഗുരുദ്വാരാസിലൊന്നാണിത് കേട്ടോ. ഭയങ്കര വലുതാണ്. അവിടേക്കൊക്കെ ഉണ്ട്, ആ ഒരു ഭാഗത്തൊക്കെ ഉണ്ട്. നമുക്കിവിടെ ഫ്രീ ആയിട്ട് താമസിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. സാധാരണ നമ്മൾ ഗുരുദ്വാരയിലൊക്കെ കാണില്ലേ, അതുപോലെ തന്നെ. അപ്പോൾ അങ്കിളും പയ്യനും കൂടി അങ്ങോട്ട് നടന്നിട്ടുണ്ട്. അവരിത് ഇവിടെ മറ്റേ തലയിൽ തുണി കെട്ടാണ്ട് അത് കെട്ടിയിട്ട് അങ്ങോട്ട് കയറാൻ പാടില്ലെന്ന് പറഞ്ഞു. Before? Long time before. Okay. ഇത് 1898 സ്ഥാപിച്ചതെന്ന് കുറേ സ്ഥലത്ത് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഗുരുദ്വാര മക്കിൻഡു സാഹിബ് 1898 എന്ന് കുറേ സ്ഥലത്ത് എഴുതിയിട്ടുണ്ട്. ഒട്ടും തിരക്കില്ല കേട്ടോ. വെരി റയറായിട്ടാണ് ആരെങ്കിലുമൊക്കെ കാണാനുള്ളൂ. ചിലപ്പോൾ അങ്ങോട്ട് ചെന്നുണ്ടാവുമായിരിക്കും. നേരെ ലങ്കറിലേക്ക് പോകുന്നു കേട്ടോ. എല്ലാവർക്കും നല്ല വിശപ്പുണ്ട്. നമ്മൾ രാവിലെ 5:30 അങ്ങോട്ട് ഭക്ഷണം കഴിച്ചാണ്. ഞങ്ങൾ ഒരു ബ്രെഡും ഓംലെറ്റും കഴിച്ചതല്ലേ, അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നടന്ന് ലങ്കറിലെത്തി.
സാധനങ്ങളുണ്ട് കേട്ടോ. ചോറുണ്ട്, ചപ്പാത്തി ഉണ്ട്, പിന്നെ ഒരു രാജ്മയുടെ ഒരു ഗ്രേവി ഉണ്ട്, പിന്നെ വഴുതനങ്ങയുടെ ഒരു തോരൻ, അച്ചാറ്, സാലഡ്. പിന്നെ ഞാൻ ആദ്യം വിചാരിച്ചിട്ടുണ്ടല്ലോ ഈ വഴുതനങ്ങ ഫ്രൈ ആക്കിയേക്കാന്നാണ്, പക്ഷേ ആക്ച്വലി അത് ഗുലാബ് ജാമുൻ കേട്ടോ. ഞാനതുകൊണ്ട് അങ്ങനെ അരിഞ്ഞിട്ടേക്കണ കണ്ടപ്പോൾ പെട്ടെന്ന് വിചാരിച്ചു വഴുതനങ്ങ ഫ്രൈ ആണ്. അപ്പോൾ അവരതേ കഴിച്ചു തുടങ്ങി. നമുക്കൊന്ന് കഴിച്ചു നോക്കാം കേട്ടോ. പിന്നെ റിവ്യൂ പറയേണ്ട കാര്യമൊന്നുമല്ല, ലങ്കറാണ്. ഭക്ഷണമൊക്കെ കഴിച്ച് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. അവിടെ നിറച്ച് മയിലുകളാട്ടോ. എന്തോരം മയിലുകളാണെന്നറിയോ, 4-5 മയിലുകളുണ്ട്. ഒരു ഗാർഡൻ പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മയിലുകൾ ആ ഒരു ഭാഗത്ത് ഇങ്ങനെ എന്തോ കൊത്തി തിന്ന് നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്തേ മുകളിൽ പിന്നെ ഗ്രന്ഥമൊക്കെ വെച്ചേക്കുന്ന വാതികയിൽ കയറിയതാട്ടോ. അവിടെ ഫോട്ടോഗ്രാഫി അല്ല അവിടെ ആണോന്ന് എനിക്കറിയില്ല, ജസ്റ്റ് കയറി വന്നതാണ്. എന്തായാലും നമുക്ക് പുറത്തുനിന്ന് കാണാൻ പറ്റും കേട്ടോ. ഇവിടെ ഈ ഒരു പോയിന്റ് വരെ ആട്ടോ നമുക്ക് പോകാൻ പാടുള്ളൂ. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി അവിടെ നിന്ന് അലൗഡ് അല്ലാന്ന്, ഇൻസൈഡ് അലൗഡ് അല്ലാന്ന്. അപ്പോൾ ഞാൻ എന്തേ പതുക്കെ പുറത്തേക്ക് ഇറങ്ങി. ആരെങ്കിലും അവിടെ കാണുമെന്ന് വിചാരിച്ച് എന്തെങ്കിലുമൊക്കെ ചോദിക്കാൻ സംസാരിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ എൻ്റെ അകത്ത് ആരും കാണാനില്ല. പോവാം. അവിടെ വീഡിയോഗ്രാഫി, ഫോട്ടോഗ്രാഫി പാടില്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ വിചാരിച്ചതിനേക്കാൾ എല്ലാം പെട്ടെന്ന് കേട്ടോ നീങ്ങി പോണേ. അതുകൊണ്ട് തന്നെ നമുക്കിത് മാഗ്നറ്റിക് ഹില്ലിൽ പോകാൻ പറ്റും കേട്ടോ. ആ സ്ഥലത്തിൻ്റെ പേര് മച്ചാക്കൂസ് എന്നാണ്. മച്ചാക്കൂസിലേക്ക് ഇനി 126 കിലോമീറ്റർ ഉണ്ട്, ഏകദേശം 2.25 മണിക്കൂർ. നമ്മളീ പോകുന്ന 109A ആണെന്ന് തോന്നുന്നു ഹൈവേ. അതിൽ നമുക്കൊരു ഡീവിയേഷൻ എടുത്തിട്ട് വേണം നൈറോബിക്ക് പോകുന്ന. നൈറോബി എത്തണം, അതിന് കുറേ ദൂരം മുമ്പ് നമ്മൾ റൈറ്റിലേക്ക് ഒരു ഡീവിയേഷൻ എടുത്ത് മച്ചാക്കൂസ് പോകും. ആളെ മറ്റേ ചോളം മേടിക്കാൻ വേണ്ടി വണ്ടി ഒതുക്കി പൈസ പുറത്തേക്ക് ഇട്ടും ചാടി വണ്ടിയുടെ അതിൽ കയറി നിന്നു. എന്നിട്ട് വണ്ടി നീങ്ങുമ്പോൾ കൂടെ അതിലിങ്ങനെ തൂങ്ങി നിൽക്കുക. നൈറോബിന്ന് 60 കിലോമീറ്റർ ബാക്കിയുള്ളപ്പോൾ നാഷണൽ ഹൈവേ 109 നമ്മളിത് ഒരു റൈറ്റ് എടുക്കുക കേട്ടോ. ഈ വഴി നമുക്ക് ഇനി ഒരു 18 കിലോമീറ്റർ കൂടി പോയി കഴിഞ്ഞാൽ മച്ചാക്കൂസ് എത്തും. അവിടെയാണ് ഈ ആൻറ്റി ഗ്രാവിറ്റേഷണൽ പ്രോപ്പർട്ടീസ് ഉള്ള സ്ഥലം. മച്ചാക്കൂസ് ടൗണിൻ്റെ ഉള്ളിൽ കൂടെ കേട്ടോ പോയിക്കൊണ്ടിരിക്കണേ. ഇവിടെ ഒരു യൂണിവേഴ്സിറ്റി ഉണ്ടായിരുന്നു, മച്ചാക്കൂസ് യൂണിവേഴ്സിറ്റി. അതുകൊണ്ട് തന്നെ നിറച്ച് കുട്ടികളാട്ടോ, ചെറിയ കുട്ടികളിട്ട് ഇങ്ങനെ കോളേജിലൊക്കെ പഠിക്കുന്ന പോലത്തെ ആ ഒരു ഏജിലുള്ള കുട്ടികളൊക്കെ കാണാം. നല്ല ബിസി ആയിട്ടുള്ളൊരു ടൗണാണ്. എന്തോ ഇത്ര ദിവസം പോയതിൽ നിന്ന് ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ളൊരു ടൗൺ കേട്ടോ. എന്താ കാര്യം എന്ന് എനിക്കറിയില്ല, പക്ഷെ ഭയങ്കര മേ ബി ഒരൊറ്റ ലൈനിൻ്റെ 2 സൈഡിൽ കടകളും അങ്ങനെ സ്കൂളും ബിസിനസ്സുകളൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം. പക്ഷെ എന്തായാലും ഭയങ്കര വ്യത്യാസമായിട്ട് തോന്നുന്നു. Keep right. My place. No. You keep right like this. Wait. Make it straight. Put it in neutral. നമ്മളിതേ ആൻറ്റി ഗ്രാവിറ്റി ഉള്ള സ്ഥലത്തെത്തി കേട്ടോ. ഇവിടെ എത്തിയപ്പോൾ കുറേ ആൾക്കാർ ചുറ്റും കൂടിയിട്ടുണ്ട്. എന്തിനാണെന്നറിയില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗത്താണ് ആ ഒരു ഫിനോമിന നടക്കുന്നത്. വണ്ടി ന്യൂട്രലിട്ട് കഴിഞ്ഞാൽ വണ്ടി തന്നെത്താൻ ഉരുണ്ടു പോകുന്നതാണ് പറയുന്നത്. അപ്പം നമ്മുടെ ഡ്രൈവർ ആ ചേട്ടന് നോക്കിയിട്ട് പറ്റുന്നില്ല. അപ്പോൾ നമ്മുടെ അങ്കിള് കയറിയിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടുന്ന് എവിടെയാണ് ആ ഒരു ഫീച്ചർ ഉള്ളത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് ആൻറ്റി ഗ്രാവിറ്റി അല്ലെങ്കിൽ മാഗ്നറ്റിക് ഹില്ലൊന്നല്ല കേട്ടോ, ഇതൊരു ഒപ്റ്റിക്കൽ ഇല്യൂഷനാണ് ശരിക്കും. അപ്പോൾ നമുക്ക് തോന്നുന്നതാണ്, അതായത് വണ്ടി കയറ്റത്തിൽ കയറി പോകുന്നത് തന്നെ. നോക്കാം അവിടെ അങ്ങളെന്തോ ചെയ്യുന്നുണ്ട്, നോക്കട്ടെ. അവിടെ ആൾക്കാർ ഇത് വെള്ളം കുപ്പിയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ മഴ പെയ്യുമ്പോഴും ഇതുപോലെ വെള്ളം തന്നെത്താൻ മുകളിലേക്ക് കയറ്റത്തിലേക്ക് ഒലിച്ചു പോകണ പോലെയൊക്കെ നമുക്ക് തോന്നും. നോക്കട്ടെ. നിങ്ങളിപ്പോൾ ന്യൂട്രലാണ് ഇട്ടേക്കണേ. ന്യൂട്രൽ ഇട്ടു, കാലെടുത്തു. ആ ദേ തന്നെത്താൻ കയറ്റം കയറി പോണു കണ്ട. അപ്പോൾ ശരിക്കും ഇത് ഒപ്റ്റിക്കൽ ഇല്യൂഷനാണ്, ശരിക്കും ഇത് ആൻറ്റി ഗ്രാവിറ്റി ഒന്നുമല്ല. അപ്പോൾ ശരിക്കും ഇങ്ങോട്ട് ഇറക്കാണ്, പക്ഷെ നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ ഇതൊരു കയറ്റം പോലെയാണ് തോന്നുന്നത്. എഞ്ചിൻ ഓഫ് ചെയ്തു. ആ
they will just pass aside. They know we usually have കണ്ട visitors. എഞ്ചിൻ ഓഫ് ചെയ്തേക്കാം, പക്ഷെ വണ്ടി തന്നെത്താൻ നീങ്ങി പോവാം. Just maintain അങ്ങനെ നോക്കുമ്പോൾ നമുക്ക്, അതായത് നിങ്ങൾക്ക് ഇത് മനസ്സിലാവണമെന്ന് എനിക്കറിയില്ല, ഇത് ശരിക്കും ഒരു കയറ്റാണ് മുകളിലേക്ക്. നമുക്ക് ഇങ്ങനെ നോക്കുമ്പോൾ പക്ഷേ വണ്ടി തന്നെത്താൻ മുകളിലേക്ക് കയറി പോവാം. കണ്ട അത്യാവശ്യം നല്ല സ്പീഡിൽ പോകണ്ട കേട്ടോ. ഈ ഒരു പോയിന്റ് വരെ കേട്ടോ വണ്ടി പോകുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ ഭയങ്കര പതുക്കെ പോകണേ. അപ്പോൾ ഞങ്ങൾ പതുക്കെ സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോയി യൂ ടേൺ എടുക്കാൻ പോയി കേട്ടോ. വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ മേലേക്ക് അതും കൂടി കണ്ടു ഫോട്ടോ എടുക്കാം. വെറുതെ റോട്ടിൽ വെള്ളം ഒഴിച്ച് കാണിക്കുക കേട്ടോ. ഇപ്പോൾ വെള്ളം കയറ്റത്തിലേക്ക് പോകണം. ഇങ്ങടാണ് ശരിക്കും പറഞ്ഞാൽ വണ്ടികൾ വരുന്നത്. കണ്ട അങ്ങോട്ട് കയറ്റാണ്, പക്ഷെ ആ കുപ്പി അങ്ങോട്ട് ഉരുണ്ട് പോവാ കേട്ടോ. കണ്ട വെള്ളം അങ്ങോട്ട് ഒഴിച്ചു, കയറ്റത്തിലേക്ക് ഇറക്കത്തിലേക്ക് ഒഴിച്ചു. പക്ഷെ വെള്ളം ഒലിച്ച് ആ ഒരു സൈഡിലേക്കാണ് പോണത്. താങ്ക് യു. You've seen it moving uphill all by itself due to the magnetic field. Okay. The mercury brings about the effect. Gravity is being defied, but much effect is to the opposite direction. ഈ പറഞ്ഞതിൽ സയൻറ്റിഫിക് റീസൺ എന്ന് പറഞ്ഞാൽ അങ്ങനെ സയൻറ്റിഫിക് റീസൺ ഒന്നും ഇല്ല കേട്ടോ. ഇവിടെ മാഗ്നറ്റായിട്ട് യാതൊരു കണക്ഷനും ഇല്ല. അത് ജസ്റ്റ് നമുക്ക് ഒപ്റ്റിക്കൽ ഇല്യൂഷനാണ്. അവിടുന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഇത് കാണുമ്പോൾ നമുക്ക് കയറ്റാണ്, പക്ഷെ അത് കയറ്റല്ല, ഇത് ഇറക്കാണ്. അതുകൊണ്ടാണ് അത് ഒഴുകി പോകണം. അല്ലാണ്ട് വെള്ളവും മാഗ്നറ്റും തമ്മിൽ ബന്ധമൊന്നുമില്ല. അപ്പോൾ അവരുടെ കൾച്ചറൽ റീസൺ എന്താണെന്ന് അത് ചിലപ്പോൾ ശരിയായിരിക്കാം തെറ്റായിരിക്കും, എനിക്കറിയില്ല, ഞാൻ പറയാൻ ആളല്ല. പക്ഷേ ഇവിടെ മാഗ്നറ്റായിട്ട് റിലേറ്റഡ് ഒന്നുമില്ല. അതിൻ്റെ പേര് മാത്രമേ ഉള്ളൂ മാഗ്നറ്റിക്, അല്ലെങ്കിൽ എന്താ പറയുക ആൻറ്റി ഗ്രാവിറ്റി എന്നൊക്കെ പറയുന്നത്. ശരിക്കും പിള്ളേരുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ. അതൊക്കെ നമുക്ക് ശരിക്കും ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ. കയ്യിലൊരു വെള്ളം കുപ്പിയും വെള്ളം ഉണ്ടായാൽ മതി, പിന്നെ വണ്ടി ഉണ്ടാവുമല്ലോ. അപ്പോൾ തന്നെ ഇത് ഉരുണ്ട് പോകണം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഒരു 8 പേരുണ്ട്. അപ്പോൾ 8 പേർക്കും വേറെ പൈസ കൊടുക്കണം എന്നാണ് പറയുന്നത് പങ്കളുടെ അടുത്ത്. പങ്കളത് പറഞ്ഞത് പറ്റില്ല, ആകെ 3 പേരുടെ ഉണ്ടാകുന്നുള്ളൂ. 3 പേർക്ക് പൈസ തരുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എത്ര രൂപ കൊടുത്തു ഒരാൾക്ക്? ഓക്കെ. Thank you. Welcome. നിറച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ഇത് സ്മോൾ ആട്ടോ കോഫി, വലിയൊരു കപ്പ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അല്ലത് കുടിച്ച് തീർക്കാൻ പറ്റിയില്ല. അപ്പോൾ എന്തായാലും ഞങ്ങളിതേ മാഗ്നറ്റിക് ഹില്ലിൽ നിന്നൊക്കെ വന്ന് ഇവിടെ വന്നൊരു കോഫി ഷോപ്പിൽ കയറി ഒരു കാപ്പിയൊക്കെ കുടിച്ച് ഇനി തിരിച്ച് നൈറോബിക്ക് പോകാം കേട്ടോ. എനിക്ക് തോന്നുന്ന ഒരു 60-70 കിലോമീറ്റർ ഉണ്ടാവണം, അല്ലെങ്കിൽ ചിലപ്പോൾ അതിനേക്കാൾ ഇത്തിരി കൂടുതൽ ഉണ്ടാവണം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. കഴിഞ്ഞ ദിവസം നമ്മൾ നൈറോബിയിൽ നിന്ന് ടോളൊക്കെ കൊടുത്ത് വന്ന ആ റൂട്ടിലേക്ക് ആട്ടോ കയറാൻ പോണേ. ഇത് ശരിക്കും പറഞ്ഞാണ്ടല്ലോ നമ്മുടെ കെനിയ യാത്രയുടെ ഒരു ഫസ്റ്റ് ഫേസാണ് കഴിഞ്ഞത്. നമ്മൾ അവിടെയൊക്കെ പോയി തിരിച്ചു വന്നത്. ഇനി അടുത്ത സെക്കൻഡ് ഫേസ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫേസിലേക്കായിരിക്കും നമ്മൾ കിടക്കാൻ പോണേ. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ. നമുക്ക് പോയിട്ട് നമ്മന്നെ ഒരു പോയിന്റിൽ ഡ്രോപ്പ് ചെയ്യണം. എന്നിട്ട് ആ പയ്യൻ ഒരു വണ്ടിയോ ടാക്സിയോ എടുത്തിട്ട് തിരിച്ച് മൊംബാസയ്ക്ക് പോകും. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.